20 വർഷം മുമ്പ് 20 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 22 വർഷം കഴിഞ്ഞപ്പം പണ്ട് പൈസ ഉണ്ടായിരുന്നവരൊന്നും പൈസക്കാരല്ല. ഇപ്പം അന്ന് പൈസ ഇല്ലാതിരുന്ന കുറേ പേര് ഇന്ന് നല്ല വീടൊക്കെ വെച്ച് വലിയ നിലയിലാ. എങ്ങനെയാ ഈ മാറ്റം സംഭവിച്ചതെന്ന് പഠിക്കുന്ന നല്ലതാ. ഒരു വീട് പോലും ഇല്ലാത്തൊരു ചേച്ചിയോട് എൻ്റെ കൂടെ വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർത്ത് പോലെ ഓല മറച്ച ഒരു ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ പറ്റി? മക്കൾ രക്ഷപ്പെട്ട് കാനഡയ്ക്ക് പോയി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയുക, മക്കൾ കാനഡയ്ക്ക് പോയോണ്ടല്ല, വീടില്ലാത്ത സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് മുട്ടയിൽ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായെന്ന്. ദൈവം മക്കളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ബിസിനസ്സിൽ വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ലൈഫ് മാറും, അല്ലെ മാറ്റും ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാ ഈ തൊണ്ണ പൊട്ടിക്കുന്ന ഈ മൈക്കിലൂടെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇച്ചിരി ഒച്ച കുറച്ച് പറഞ്ഞാൽ പോരെന്ന്. ദൈവം ജീവിതത്തിൽ വന്നു എന്ന കാര്യം ഞാൻ പറയുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് ഒച്ച കൂടി പോകുന്ന. കാരണം ഇത് അനുഭവിച്ച ആളായോണ്ടാണ് ഇത് പറയുന്നത്. ശബ്ദം കൂടാൻ കാരണം നോർമലായിട്ട് ബോധപൂർവ്വം എടുത്തതല്ല. ദൈവം ജീവിതത്തിൽ കയറിയപ്പം ഭയങ്കരമായിട്ട് ദൈവം വഴി തുറന്നു. ഇനി മീൻ എന്തേരെ കിട്ടിയെന്ന് എഴുതിയിരിക്കുക, വല കീറത്തക്ക. ഇത്രയും നാൾ കിട്ടിയിട്ടില്ല ഈ മനുഷ്യൻ ഇത്രയും. അത് ഉൾക്കടലിൽ വലയിറക്കിയപ്പോഴല്ല, തീരത്ത്, ലോകത്തിൽ ആർക്കും കിട്ടാത്ത സ്ഥലത്ത്, ലോകത്തിൽ ആരും ചെയ്തിട്ട് വിജയിക്കാത്തതായിരിക്കും ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത്. നമുക്ക് വച്ചിട്ടുള്ളത് ദൈവം നമുക്ക് തുറന്നത്, അത് തുറന്നു തന്നെയായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കാര്യമുണ്ട്. മീൻ കയറിക്കഴിഞ്ഞ് മീൻ വലയിലായപ്പം ഈ വലയിലുള്ള മീനിനെ മുഴുവൻ എടുത്ത് പത്രോസ്ലീഹയുടെ വള്ളം മുഴുവൻ അങ്ങ് നിറച്ചു. ഇനി സ്പേസ് ഇല്ല. എന്തു ചെയ്തു? സ്പേസ് ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മളാണ് എന്ത് ചെയ്തേനെന്ന് ഞാനാണ് എന്നാ പറഞ്ഞത്, ഞാനാണ് എന്നാ പറയുന്നറിയോ, ഇത്രയും മതി എന്ന് പറഞ്ഞു. ബാക്കി എന്നാ ചെയ്യുമെന്ന് കർത്താവ് ചോദിക്കും. അതാ വെള്ളത്തിലേക്ക് കളഞ്ഞേരെ കർത്താവേ എന്ന് ഞാൻ പറയും. പത്രോസ്ലീഹ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃക കേൾക്കണം. ഇഷ്ടം പോലെ മീൻ കിട്ടിയപ്പോൾ, വള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ആക്ഷൻ കാണിക്കുവാണ്. ആംഗ്യം കാണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആംഗ്യം കാണിച്ചിട്ട് കർത്താവിനോട് പറയുവാണ്, കർത്താവേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരപ്പുറത്ത് കിടക്കുന്നത്, അവരും എന്നെ പോലെ തന്നെ ഒന്നും ഇല്ലാത്തവരാ, അവരധ്വാനിച്ചിട്ടൊന്നുമില്ല, കാലിയ വിഷമിച്ചിരിക്കുന്നവരാ, അവരെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ പത്രോസിന് കിട്ടിയ മീന് വെള്ളത്തിൽ കളയുമല്ല ചെയ്തേ, ആ വള്ളത്തിൽ കൊള്ളാത്തതിനെ ഇല്ലാത്ത വള്ളത്തിൽ നിറച്ചു. ബൈബിൾ എഴുതിയിട്ടുണ്ട്, വായിച്ചു. 2 വള്ളങ്ങളും മുങ്ങാറാകുവോളോന്ന്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ദൈവം ഇരട്ടിക്ക് അനുഗ്രഹിച്ച് പണം കൊണ്ടും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കും. അന്നേരം കുപ്പിയുടെ അടപ്പിന് അത്രയും ചെറുതാവരുത്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വീടും ഇത്രയും ചുരുങ്ങരുത്. തീരുമാനം എടുക്കണം. എന്ത്? എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ അതേ വീട്ടുപേരുള്ള ആരൊക്കെയോ ഒരു ഗതിയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പലരും നിങ്ങളുടെ കൺവട്ടത്തിന് ചുറ്റും കിടക്കും. അയ്യോ, കൊച്ചിനെ കെട്ടിക്കാൻ പൈസയില്ല, ഇനി ഫീസ് കൊടുക്കാൻ പണമില്ല, എന്തു ചെയ്യും? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഈ കസേരയിൽ തീരുമാനിക്കണം, എന്ത്? എനിക്ക് ദൈവം അനുഗ്രഹം കിട്ടിയാൽ അതിൻ്റെ പങ്ക് സന്തോഷത്തോടെ എടുത്ത് ഞാൻ കൊടുക്കുമെന്ന്. അത് തീരുമാനിക്കില്ല. എല്ലാം പണമായി കഴിയുമ്പം ഒരു വലിയ വീട് വെച്ച് തനി ഒരു കുപ്പിയുടെ അടപ്പിന് അത്രയും ചെറുതായി പോകും മനസ്സ്. പത്രോസിനെ ഈശോ ആംഗ്യം കാണിച്ച് വിളിച്ചപ്പം പത്രോസ്ലീഹനെ സുവിശേഷത്തിലെ ഈശോ വിളിച്ചെന്നറിയോ? ഒന്നാമൻ പത്രോസ്ന്ന് വിളിക്കാൻ. ഒന്നാമൻ എന്ന് വിളിക്കാൻ കാരണം എന്നാ? ഒന്നാമനാക്കാൻ കാരണം ഞാൻ വിചാരിക്കുവാണ്, ഈ മനസ്സാണ്. എന്നെ അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ പങ്ക് കിട്ടണം, കൊടുക്കണം. അതാ നല്ല മനസ്സ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി കേട്ടെ, ഇത് കൂടെ പറഞ്ഞ് നിർത്താം, സമയമായി. മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മീൻ കൊട്ടയും തലയും വെച്ച് പത്രോസ്ലീഹ ഓടിയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. മാർക്കറ്റിലേക്ക് അത് ലേലം വിളിക്കണം, വിൽക്കണം, തിരിച്ചു മറിക്കാനുണ്ട് കുറേ. നമുക്ക് ആ മീൻ കിട്ടുന്നതിനുണ്ടല്ലോ, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടിയല്ലോ. പിന്നെ മാർക്കറ്റിലേക്ക് ഒരു ഓട്ടവും പാച്ചിലും ഒരു വെപ്രാളോ ഒരു പിടുത്തം കിട്ടാത്തൊരു വരാല് പോലെ ഒരു ഓട്ടം ഉണ്ട് നമ്മുടെ. ഇച്ചിരി എന്തേലും ആവുമ്പോഴേ പിന്നെ നമ്മളെ ആർക്കും പിടുത്തം കിട്ടിയല്ല. പത്രോസ്ലീഹ എഴുതിയത്, മീൻ അവിടെ ഉള്ളപ്പോൾ തന്നെ മീൻ തലയും വെച്ച് കൊട്ടയ്ക്കകത്താക്കി മാർക്കറ്റിലേക്ക് ഒരു ഓട്ടോ ഓടി. പിന്നെ അഡ്രസ്സ് ഇല്ലാതെ പോയിന്നല്ല, തന്നവൻ്റെ കാലയിലോട്ട് വീണിട്ട് ദൈവമേ എന്ന് വിളിച്ചു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പം ഇപ്പോൾ ഇല്ലേലും പേടിക്കണ്ട കേട്ടോ, മക്കളിലൂടെയെങ്കിലും ദൈവം ഉയർത്തിക്കൊള്ളും. ഇപ്പം പൈസ ഇല്ല, വീടില്ല, ബുദ്ധിമുട്ടാ, പേടിക്കൊന്നും വേണ്ട. നാളെ ഒരു സമയത്ത് ഇത് വലിയൊരു ഉയർച്ചയിലേക്ക് വരും. അന്നേരം തന്ന ദൈവത്തെ ഒരിക്കലും മറക്കരുത്. പത്രോസ്ലീഹ വീണ പോലെ എന്നും വീഴണം. എത്ര തിരക്കാണേലും വീണം. അത് കഴിഞ്ഞിട്ടുള്ള തിരക്കേ പാടുള്ളൂ. എത്ര ഉയർത്തിയാലും എന്നെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അത് തീരുമാനിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. സമയം 8:35. തുടർന്ന് ആരാധനയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. ശ്രദ്ധിച്ച് ഒരു നിമിഷം ഒന്ന് ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകളടച്ച്. എന്തുവാ കേട്ടത്?
തുടക്കം മുതലുള്ള കാര്യം. ദൈവം വഴി തുറക്കും. എന്നേലും ഒരു വഴി തുറക്കണമെന്ന് പറയാനല്ല നിൽക്കുന്നേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം വഴി തുറക്കണം. നമ്മൾ ആദ്യം പാടിയതുപോലെ അല്ലാതെ പ്രാർത്ഥനയോടെ ഒന്ന് ഇരുന്നുകൊണ്ടെന്ന് പാടുകയെ. യേശു ഒരു വാതിൽ തുറന്നാൽ പ്രാർത്ഥനയോടെ അത് സംഭവിക്കണം. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു